തൂബലനാ ഹത്തിയത്തീനേ, വെളിച്ചം കാട്ടിയതീനേ മിഞ്ഞത്തീനേ. അതതിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല, ബുശ്റാക്കുമുൽ ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ ഹത്തിയത്തീനേ, വെളിച്ചം കാട്ടിയതീനേ മിഞ്ഞത്തീനേ. തൂബലനാ ഹത്തിയത്തീനേ, വെളിച്ചം കാട്ടിയതീനേ മിഞ്ഞത്തീനേ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സമയവും ഊർജവും ക്ഷമയോടെ ചെലവഴിച്ച് KICR-ന്റെ ഓരോ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയും വിജയത്തിനു വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാരെ, സഹോദര സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ സംരംഭം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യമാർ, മക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ തുടങ്ങി നമ്മിൽ നിന്നും അവരിൽ നിന്നും വന്നുപോയ എല്ലാ അബദ്ധങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് അഫ്വു ചെയ്തു തരട്ടെ. പല ആളുകളും പല സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും അവരുടെ മുറാദുകളൊക്കെ ഹാസുലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു ദൂരീകരിക്കട്ടെ. ഈമാൻ അനിവാര്യ ആയുധം എന്ന വിഷയത്തിലാണ് ബുശ്റാക്കുമുൽ യൗമിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ. ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഈമാൻ എന്നാൽ നമുക്കറിയാം വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. ഈമാൻ ഇല്ലാതെ ഒന്നും സാധ്യമല്ല. ഈമാൻ ഇല്ലാത്തവൻ ഒരു തരം ജീവനില്ലാത്തവനെ പോലെയാണ്. ഈമാനില്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളോ അവന്റെ സേവനങ്ങളോ സൽക്കർമ്മങ്ങളോ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക പോലും ചെയ്യില്ല. ഈമാനാണെങ്കിലോ അത് ഉള്ള ആളുകൾക്ക് തന്നെ ഏറാനും കുറയാനും നഷ്ടപ്പെടാനും സാധ്യതയുള്ള
വളരെ പവിത്രമായി സൂക്ഷിക്കാൻ അല്ലാഹുവിനോട് സഹായം തേടേണ്ട ഒരു വലിയ സമ്പത്തുമാണ്. ഈമാൻ ആളുകൾക്ക്, നമുക്ക് തന്നെ അനുഭവത്തിൽ അറിയാം, ആളുകളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ അളവ് കുറഞ്ഞും കൂടിയും കൊണ്ടേയിരിക്കും. ചില ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് വളരെ ആവേശമായിരിക്കും, വലിയ ഉന്മേഷമായിരിക്കും, വലിയ ഭക്തിയുമായിരിക്കും. എന്നാൽ തൊട്ടടുത്ത ദിവസം ഒരു പക്ഷെ അത്ര ഭക്തി കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത്ര ഉന്മേഷം ലഭിച്ചുകൊള്ളണമെന്നില്ല. ഈമാനിന്റെ തോതിനനുസരിച്ച് മനുഷ്യന്റെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പറയുമായിരുന്നു, എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന ഈ ദുആ റസൂലുള്ളാഹി തങ്ങൾ അധികമായി ദുആ ചെയ്യുമായിരുന്നു. കാന യുക്സിറു അൻ യഖൂൽ, റസൂലുള്ളാഹി തങ്ങൾ ഇത് വല്ലാതെ വർദ്ധിപ്പിക്കുമായിരുന്നു, ഈ ദുആ പറയൽ. സാന്ദർഭികമായി പറയുന്നു, ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനും ഈമാൻ നശിച്ചു പോവാതിരിക്കാനും നമ്മൾ അവലംബിക്കേണ്ട പല മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ, സാധിക്കുമെങ്കിൽ അവരുടെ ദുആകളിൽ ഈ പ്രാർത്ഥനയെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ചെറിയ ദുആ ആണ്, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. അതൊന്ന് വളരെ അധികരിപ്പിക്കുക. റസൂലുള്ളാഹി തങ്ങൾ അത് അധികരിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കതിൽ നല്ലൊരു മാതൃകയുണ്ടല്ലോ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ. റസൂലുള്ളാഹി തങ്ങൾ ഈ ദുആ ചെയ്തപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ. നബിയെ, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് കൊണ്ടുവന്നതിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് കൊണ്ടുവന്നതിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിച്ചു കഴിഞ്ഞു. ഫഹൽ തഖാഫു അലൈനാ, എന്നിട്ടും ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങേക്ക് ഭയമുണ്ടോ നബിയേ? റസൂലുള്ളാഹി തങ്ങൾ ഈ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ സ്വഹാബികളുടെ സ്വാഭാവികമായൊരു സംശയം, ഈമാൻ, ഇനി നമുക്ക് ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ എന്തിനൊരു ദുആ? നബിയെ, ഞങ്ങൾ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചവരാണ്. ഫഹൽ തഖാഫു അലൈനാ, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങേക്ക് ഭയമുണ്ടോ നബിയെ? സ്വഹാബികൾ റസൂലുള്ളാഹി തങ്ങളോട് ഇത് ചോദിച്ചപ്പോൾ ഖാല, ഹബീബായ മുത്ത് നബി പറഞ്ഞു, നഅം, അതെ. ആരോടാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ മറുപടി പറയുന്നത്? ആരാണ് ഇത് ചോദിക്കുന്നത്? സ്വഹാബത്താണ്, അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം മുഖ്തദൈതും ഇഹ്തദൈതും.
നക്ഷത്ര തുല്യരാണ് എന്റെ മഹാന്മാരായ സ്വഹാബാക്കിറാം. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ ഹിദായത്തിലാണ്. ആരെ പിന്തുടർന്നാലും, ഇന്ന ആള് എന്നൊന്നുമില്ല, ഏത് സ്വഹാബിയുടെ പിന്നാലെ നടന്നാലും അവൻ ഹിദായത്തിലാണ് എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്തിനോടാണ് റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. അതെ, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങേക്ക് ഭയമുണ്ടോ നബിയെ? നഅം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇല്ലാഹി യുഖല്ലിബുഹാ. ഹൃദയങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ, ആ ഹൃദയങ്ങളെ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിൽ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ നമ്മുടെ വിരലുകൾ പോലുള്ള വിരല് എന്നൊന്നും അങ്ങനെയൊന്നും ആലോചിക്കണ്ട. അള്ളാഹുവിന്റെ കയ്യ്, അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ വിരല് എന്നൊക്കെ പറയുമ്പോ അതൊന്നും സൃഷ്ടികളുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ മുഖാലിഫുൽ ലിൽ ഖൽഖ്, സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരായവനാണ്. സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരായവൻ എന്ന് പറയുമ്പോ പിന്നെ നമ്മുടെ വിരലിനോട് അള്ളാഹുവിന്റെ വിരലുകളെ സാമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കണ്ണുള്ളത് കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന് കണ്ണിന്റെ ആവശ്യമില്ല, സൃഷ്ടികൾക്ക് കണ്ണ് ആവശ്യമാണ്. അള്ളാഹുവിന് കണ്ണിന്റെ ആവശ്യമില്ല, അപ്പോഴല്ലേ സൃഷ്ടികളോട് എതിരാവുക. അപ്പോ പിന്നെ 2 മാർഗമല്ലേ? ഒന്നില്ലെങ്കിൽ കണ്ണ് ഉണ്ടായിട്ടും കാണാതിരിക്കുക, കണ്ണുകൊണ്ട് കാണാതിരിക്കുക. അബുക്കമാവാൻ അള്ളാഹു പാടില്ലല്ലോ, അത് അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്താണ്. അപ്പോൾ അള്ളാഹു എന്തായിരിക്കണം? കണ്ണും ഇല്ലാതെ തന്നെ കാണുന്നവനായിരിക്കണം. അതാണ് മുഖാലിഫുൽ ലിൽ ഖൽഖ്, സൃഷ്ടികളോടെതിരാണ്. ഏതായാലും അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് ഹൃദയങ്ങൾ. യുഖല്ലിബുഹാ, ഹൃദയങ്ങളെ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ വളരെ സാധ്യതയുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ഹബീബായ മുത്തുനബി ഈ ദുആ പഠിപ്പിച്ചത്. ഏത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഈ ദുആ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്തട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തകൂനു ബൈന യദൈ സാഅതി ഫിതൻ കഖിതഇൽ ലൈലിൽ മുഗ്ലിം يصبح الرجل فيها مؤمنا ويمسي كافرا ويصبح كافرا ويمسي مؤمنا. سبحان الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ മാറ്റിമറിക്കും എന്ന് പറഞ്ഞ ഹബീബായ മുത്തുനബി പറയുന്നു, അവസാന കാലഘട്ടത്തിൽ ഫിത്നകൾ, ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് يصبح الرجل فيها مؤمنا ويمسي كافرا. ഒരാൾ മുഅ്മിനായി നേരം പുലർന്ന ആൾ വൈകുന്നേരം അയാൾ കാഫിറായി പോകും. വയുസ്ബിഹു കാഫിറൻ വയുംസി മുഅ്മിന. വൈകുന്നേരം പകൽ സുബഹിക്ക് കാഫിറായി ഉണർന്നവൻ, എഴുന്നേറ്റവൻ വൈകുന്നേരം മുഅ്മിനായി മാറും. അതാണ്. അപ്പൊ ആളുകളുടെ ഈമാൻ അങ്ങനെയാണ്, നഷ്ടപ്പെടാനും നിലനിൽക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ദുആ പഠിപ്പിച്ചത്. മാത്രമല്ല, മഹാന്മാരായ സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അവരോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലേ, ഞങ്ങളുടെ കാര്യത്തിൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നുമല്ലാത്ത സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. ഈമാൻ വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഈമാൻ ഇല്ലാതെ ഒന്നും സാധ്യമല്ല. ഈമാൻ ഇല്ലെങ്കിൽ ഒരു കാര്യമല്ല, അവൻ ജീവനില്ലാത്തവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി ഈമാനിനെയും ഈമാനിന്റെ ആവശ്യകതയെയും സൂചിപ്പിച്ചുകൊണ്ട്, വ്യക്തമാക്കിക്കൊണ്ട്
സൂറത്തു ഇബ്രാഹിമിൽ 24 മുതൽ 27 വരെയുള്ള ആയത്തുകൾ, ഏതാനും ചില ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. الله سبحانه وتعالى ഈമാനിന്റെ ആവശ്യകതയും ഈമാൻ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നേട്ടവും, ഉണ്ടായാലുള്ള നേട്ടവും ഇല്ലെങ്കിലുള്ള കോട്ടവും എല്ലാം വ്യക്തമാക്കുന്ന മനോഹരമായ ആയത്തുകൾ. അലം തറ കൈഫ ളറബല്ലാഹു മസലാ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ അങ്ങ് കാണുന്നില്ലേ, കൈഫ ളറബല്ലാഹു മസലാ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമാക്കിയിരിക്കുന്നത് എന്ന് അങ്ങ് കാണുന്നില്ലേ. കലിമത്തുൻ ത്വയ്യിബ, കലിമത്തുൻ ത്വയ്യിബിനെ, കലിമത്തു ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ കലിമത്തു ത്വയ്യിബ് ഏറ്റവും നല്ല വാചകം, അല്ലെങ്കിൽ ഏറ്റവും നല്ല വചനം, അല്ലെങ്കിൽ ഏറ്റവും നല്ല വാക്ക് അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും നല്ല കലിമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമാക്കിയത് എങ്ങനെയാണെന്ന് കാണുന്നില്ലേ. ഏറ്റവും നല്ല കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈമാനിന്റെ അടിത്തറ എന്ന് പറയുന്നത്. കലിമത്തുൻ ത്വയ്യിബ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് ഈമാനിന്റെ അടിത്തറ, അസുൽ. അതില്ലാതെ ഈമാനിന്റെ ബാക്കി ഒന്നും പൂർണ്ണാവൂല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അസുൽ, അതാണ് അടിസ്ഥാനം. അപ്പോ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയെ ഉദാഹരണമാക്കിയിരിക്കുന്നതെന്ന് കാണുന്നില്ലേ. കശജറത്തിൻ ത്വയ്യിബ, ത്വയ്യിബായ ഒരു നല്ല വൃക്ഷത്തെ പോലെ ഈമാൻ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ വേരുകൾ ദൃഢതയുള്ളതാണ്, ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി ഉറച്ച വേരുകളാണ്. വഫർഉഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ വേരുകൾ ഉറപ്പുള്ളതും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും ദൃഢതയുള്ളതുമായ കാരണത്താൽ ദൃഢതയുള്ളതുമാണ്. അതോടൊപ്പം വഫർഉഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ കൊമ്പുകൾ, ചില്ലകൾ, ശാഖകൾ അത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കലിമത്തെന്ന് പരിചയപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഈമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ, ഒരാളുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേരൂന്നിക്കഴിഞ്ഞാൽ, ഒരാളുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു കഴിഞ്ഞാൽ, ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, അവന്റെ സൽക്കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു. അതാണ് ഫർഉഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ ചില്ലകൾ, ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ
അതുപോലെയാണ് ഈമാനുള്ളവന്റെ അമലുകൾ. അത് ആകാശത്തേക്ക് ഉയർത്തപ്പെടും, ആകാശത്തേക്ക് ഉയരും, അതിന്റെ സമറത്തുണ്ടാകും, അത് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കപ്പെടും. കുല്ലഹീനിൻ, എല്ലാ കാലഘട്ടത്തിലും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കപ്പെടും അള്ളാഹുവിന്റെ ഇതിനോടുകൂടെ. എന്ന് പറഞ്ഞാൽ അതിന് സമറത്തുണ്ടാകും, ഫലങ്ങൾ ഉണ്ടാകും. ആ ഫലം അത് എക്കാലത്തും നൽകിക്കൊണ്ടിരിക്കും. ഒരു ഈമാനുള്ള ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ വേരൂന്നിയ ഒരാൾ, അയാളുമായി സഹവസിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്നും ആ സമറത്ത് ലഭ്യമാണ്. തുഅ്തി ഉകുലഹാ കുല്ല ഹീൻ, തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. റബ്ബിന്റെ ഇതിനോടുകൂടെ, സമ്മതത്തോടുകൂടെ എക്കാലത്തും അത് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കും. وَيَضْرِبُ اللَّهُ الْأَمْثَالَ لِلنَّاسِ لَعَلَّهُمْ يَتَذَكَّرُونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദാഹരണം ആക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്, കാര്യങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. എന്താണ് ഇതിൽ ചിന്തിക്കാനുള്ളത്? അത് തന്നെയാണ് വലിയ ഗൗരവമുള്ള വിഷയം. ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഇനി തൊട്ടടുത്ത ആയത്ത്, ഈമാൻ ഇല്ലെങ്കിലോ? വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ, ഏറ്റവും ഖബീസായ കലാം, ഏറ്റവും മോശപ്പെട്ട കലാം, അതിനെ അള്ളാഹു, ഏറ്റവും മോശപ്പെട്ട കലാം എന്താ? ഏറ്റവും നല്ല കലിമത്തുൻ ത്വയ്യിബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുമ്പോൾ ഏറ്റവും മോശപ്പെട്ട കലിമത്ത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. ശിർക്കും കുഫ്റുമാണ്. അപ്പോ ഏറ്റവും മോശപ്പെട്ട കലിമത്ത് കശജറത്തിൻ ഖബീസ, അതൊരു വൃത്തികെട്ട വൃക്ഷം പോലെ തന്നെയാണ്. അതെന്താ വൃക്ഷത്തിന്റെ പ്രത്യേകത? ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർദ്, ഭൗമോപരിതലത്തിൽ നിന്നും ആ വൃക്ഷത്തെ പിഴുതെടുക്കപ്പെട്ടിരിക്കുന്നു. ഇജ്തുസ്സത്, പിഴുതെടുക്കപ്പെട്ടിരിക്കുന്നു. മിൻ ഫൗഖിൽ അർദ്, ഭൂമിയുടെ മുകളിൽ നിന്ന് ആ വൃക്ഷത്തെ തന്നെ പിഴുതെടുക്കപ്പെട്ടിരിക്കുന്നു. മാ ലഹാ മിൻ ഖറാർ, ആ വൃക്ഷത്തിന് ഒരു നിലനിൽപ്പുമില്ല. ഭൂമിയിൽ നിന്ന് പിഴുതു മാറ്റപ്പെട്ട ഒരു വൃക്ഷത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവുകയില്ല. അതിന് നിലനിൽപ്പില്ലല്ലോ, കാരണം അതിന് വേരുകളില്ല. വേരുകളില്ലാത്തത് കൊണ്ട് തന്നെ ആ വൃക്ഷം കൊണ്ട് കാര്യവുമില്ല. വേരുകളില്ലാത്ത വൃക്ഷം കൊണ്ട് എന്ത് ഫലമുള്ള? ഒരു ഫലമല്ല. എന്നതുപോലെയാണ് കുഫറും ശിർക്കും, ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ വീണ് കിടക്കുന്ന വൃക്ഷം കണ്ടാൽ നല്ല വണ്ണുള്ള വൃക്ഷമായിരിക്കും. പിഴുതെടുക്കപ്പെട്ട വൃക്ഷം നല്ല കാണാൻ ഭംഗിയുണ്ടാവും, ചിലപ്പോ കുറച്ചു കാലം ഉണങ്ങുന്നത് വരെ. അല്ലെങ്കിൽ നല്ല വണ്ണമുണ്ടാകും, തടിയുണ്ടാകും. അതിന്റെ വണ്ണം പ്രതീക്ഷിച്ചുകൊണ്ട്, അതിന്റെ നിറഞ്ഞ ഇലകൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഭംഗി പ്രതീക്ഷിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് ഒരാൾ അതിനെ പ്രതീക്ഷിച്ചു നിന്നാൽ അയാൾ അവസാനം വിരൽ കടിക്കേണ്ടി വരും. കാരണം എന്താ? അയാൾക്ക് അബദ്ധം പറ്റിപ്പോയി. ആ വൃക്ഷം കായ്ക്കുന്നതല്ല, ആ വൃക്ഷത്തിൽ നിന്ന് സമറത്തുണ്ടാവുകയുമില്ല, ആ വൃക്ഷം കൊണ്ട് അയാൾക്ക് ഒരു ഫലവും ഉണ്ടാവുകയില്ല. എന്നതുപോലെ തന്നെയാണ് കലിമത്തുൻ ഖബീസ, അതായത് കുഫറിലോ ശിർക്കിലോ താൽക്കാലികമായി ഒരുപാട് അലങ്കാരങ്ങളും ആസ്വാദ്യങ്ങളും അയാൾക്ക് സാധിച്ചേക്കാം, ഒരുപാട് നേട്ടങ്ങൾ സാധിച്ചേക്കാം, സാമ്പത്തികമായി അല്ലെങ്കിൽ സാമൂഹികമായി, അതല്ലെങ്കിൽ ഭരണപരമായി. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചേക്കാം. അങ്ങനെയുള്ള നേട്ടങ്ങൾ കാണുമ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥ വൃക്ഷം എന്ന് കരുതി ആ വൃക്ഷത്തെ ആരെങ്കിലും സമീപിച്ചാൽ, അതായത് കുഫറിനെ സമീപിച്ചാൽ,
അതിൽ നിന്ന് സമറത്ത് പ്രതീക്ഷിച്ചു നിന്നാൽ, ആ കുഫറിനെ ഹെൽപ്പ് ചെയ്തു കൊടുത്തത് കൊണ്ടോ കുഫറിനെ പ്രതീക്ഷിച്ചത് കൊണ്ടോ വിജയം കൈവരിക്കാം എന്ന് പ്രതീക്ഷിച്ചു നിന്നാൽ അയാൾ വിരൽ കടിക്കേണ്ടി വരും. കാരണം അത് പിഴുതെടുക്കപ്പെട്ട വൃക്ഷമാണ്, അതിന് വേരുകളില്ല, അതിന് ഉറച്ച വേരുകളില്ല. അത് പിഴുതെടുക്കപ്പെട്ട വൃക്ഷമാണ്, പറിച്ചു മാറ്റപ്പെട്ട വൃക്ഷമാണ്. അല്പം കഴിഞ്ഞാൽ സൂര്യന്റെ അതികഠിനമായ ചൂടേറ്റ് ആ വൃക്ഷം ഉണങ്ങാൻ പോകുന്നതാണ്. അതിൽ നിന്ന് സമറത്ത് വരില്ല, കായ്ക്കൾ ഉണ്ടാവില്ല, ഭക്ഷണം ലഭിക്കില്ല, ഒന്നും കിട്ടില്ല. അവസാനം ഇവൻ വിഡ്ഢിയായി മാറും. അതാണ് കലിമത്തുൻ ഖബീസ. കുഫർ എന്ന് പറഞ്ഞാൽ മാ ലഹാ മിൻ ഖറാർ, അതിന് ഒരു നിലനിൽപ്പുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിലൂടെ ഇവിടെ രണ്ട് കാര്യം ഇല്ലേ, കുഫറിനെയും ഈമാനിനെയും അള്ളാഹു ഇവിടെ തരംതിരിച്ചു. നന്നായിട്ട് അള്ളാഹു ഉപമ പറഞ്ഞു. കുഫറിനും ഈമാനിനും അള്ളാഹു ഉപമ പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ വേരുകൾ ഉറച്ചതാണ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചതാണ്. അതുകൊണ്ട് തന്നെ സമറത്തുകൾ ഉണ്ടാകും, ഫലങ്ങൾ ഉണ്ടാകും. അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് നേട്ടവും ഉണ്ടാകും. നേരെ മറിച്ച് കുഫറോ താൽക്കാലികമാണ്, ഒന്നും ലഭ്യമല്ല, അതിന്റെ വേരുകൾ പിഴുതുമാറ്റപ്പെട്ടതാണ്, അത് കായ്ക്കുന്നതല്ല, അതിന് കായ്ക്കനികൾ ഉണ്ടാവുകയുമില്ല. എന്ന് പറഞ്ഞാൽ കുഫറിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതല്ല. അതിന് ഫറഉമില്ല, അതിനൊന്നുമില്ല, അതിന് വേരുകളുമില്ല, അതിന് ഫുറൂഉകളുമില്ല, വേരുകളുമില്ല, ചില്ലകളുമില്ല, കൊമ്പുകളുമില്ല. എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൽ നിന്ന്, അതായത് കുഫറിൽ നിന്ന് കൊണ്ടൊരാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല. ഈമാനിൽ നിന്നുകൊണ്ടാകുമ്പോഴോ ചെറുത് ചെയ്താലും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോ മുമ്പൊരു ദിവസം ഒരു മതത്തിലൊന്നും അത്ര താല്പര്യമില്ലാത്തൊരു സുഹൃത്തുമായി ഒരാളുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ നോക്ക്, ഇസ്ലാം പറയുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോ ധാരാളം സാമൂഹിക സേവനം ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സ്വതക്ക ചെയ്യുന്ന, സംഭാവനകൾ കൊടുക്കുന്ന, അനാഥരെ സംരക്ഷിക്കുന്ന, അബലകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്, അമുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്തവർ തന്നെ. അവർ ചെയ്യുന്ന സൽക്കർമ്മമൊന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല. അവർ എത്ര സൽക്കർമ്മം ചെയ്താലും അവർ നരകത്തിൽ. മുസ്ലിമീങ്ങളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ എന്ന് നിങ്ങൾ പറയുന്നവർ, അതായത് മുസ്ലിമീങ്ങൾ, അവർ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് അള്ളാഹു സ്വീകരിക്കുന്നു, അതുവഴി അവർ സ്വർഗത്തിൽ പോകുന്നു. ഇത് അള്ളാഹുവിന്റെ അനീതിയല്ലേ? ഈ ഒരു ചോദ്യത്തിന്റെ ശരിക്കുള്ള മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കിയത്. ഈമാനിൽ നിന്നുകൊണ്ടാകുമ്പോൾ അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടും. കുഫറിൽ നിന്നാകുമ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, അയാളുടെ അമലുകൾ സ്വീകാര്യമല്ല. കാരണം എന്താ? അയാളോടുള്ള ആദ്യ കൽപ്പന എന്ന് പറയുന്നത് അയാൾ അള്ളാഹുവിനെ അംഗീകരിക്കലാണ്, വിശ്വസിക്കലാണ്, അയാൾ ഇസ്ലാമിൽ വരലാണ്, അയാൾ മുസ്ലിമാകലാണ്. ആദ്യം ചെയ്യേണ്ട കൽപ്പന അയാൾ സ്വീകരിക്കാതെ അയാളുടെ അമലുകൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നില്ല. അതിന് നല്ലൊരു ഉദാഹരണം പറയാം. ഇപ്പോ പ്രവാസികളാണല്ലോ നമ്മുടെ ശ്രോതാക്കളിൽ കൂടുതൽ. ഒരാൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അയാൾ നാട്ടിൽ പോകാൻ വേണ്ടി ഡേറ്റൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഉഷാറായിട്ട് നടന്നു. സാധനങ്ങളൊക്കെ വാങ്ങി വലിയ രണ്ട് പെട്ടിയൊക്കെ കെട്ടി വളരെ റെഡിയാക്കിയിട്ട് അയാൾ എയർപോർട്ടിലേക്ക് നേരെ ചെന്നു. അങ്ങനെ അയാൾ ഒരു ബോർഡിംഗ് പാസ് എടുത്ത് ഉള്ളിൽ കയറി. അയാൾ എന്ത് ചെയ്തു? ഫ്ലൈറ്റ് കയറാൻ പോയി നിൽക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് അയാൾക്ക് എത്തണം, ഫ്ലൈറ്റിലേക്ക് കയറണം. അയാൾക്ക് നേരെ പോയി ഫ്ലൈറ്റിലേക്ക് കയറണം. അപ്പോ കൗണ്ടറുകളിൽ നിന്നൊക്കെ തടഞ്ഞു. എവിടെ? ടിക്കറ്റ് ഇല്ലല്ലോ. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് ഇല്ല. പക്ഷെ ഇയാൾക്ക് ഫ്ലൈറ്റിൽ കയറണം. ടിക്കറ്റ് ഇല്ലാതെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇയാൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇയാൾ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് എന്തായാലും ടിക്കറ്റ്, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഞാൻ എന്റെ ജോലിയൊക്കെ ഒഴിവാക്കിയതാണ്, അതുകൊണ്ട് ലീവൊക്കെ എടുത്തതാണ്, എനിക്ക് എന്തായാലും ഫ്ലൈറ്റിൽ കയറണം, നാട്ടിൽ പോകണം. ഇയാൾ അവിടെ ഇരുന്ന് തല കുത്തി മുറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ?
അയാള് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ആ സമയത്ത് വരില്ല. അതല്ല അയാളോട് അയാൾ ചെയ്യേണ്ട. അയാൾ അതിന്റെ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ആ ദിവസത്തെ ആ ഫ്ലൈറ്റിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക എന്ന ഒരു കർമ്മം അയാൾ ചെയ്യേണ്ടിയിരുന്നു. അത് അയാൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അല്പം ലേറ്റ് ആണെങ്കിലും അയാളെ കയറ്റും. സാധനം കുറച്ച് അധികം തൂക്കണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പൈസമലൊക്കെ ഒപ്പിച്ചിട്ട് അല്ലേ, കുറച്ച് ഒരു പെട്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സുന്നത്ത് ഫർദക്കും ഫർദ് സുന്നത്തും ഒക്കെ മാറ്റിയിട്ടില്ലേ, അവസരം അയാൾ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അയാൾക്ക് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ അയാൾ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ. ഇത് അയാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോ അയാൾ ഇനി എത്ര ശുചിയായിട്ടും കാര്യമല്ല. അപ്പൊ എന്താ? ആദ്യം അയാളോട് ചെയ്യാൻ ഉള്ള കൽപ്പന അയാൾ പരിഗണിച്ചില്ല. എന്നതുപോലെ തന്നെയാണ് ഈമാനിന്റെയും കുഫ്റിന്റെയും കാര്യം. ഈമാൻ ഹൃദയത്തിലുള്ള ആളുകൾ, കലിമത്തു ത്വയ്യിബ ഹൃദയത്തിൽ രൂഢമൂലമായവർ, അവർ ചെയ്യുന്നത് അല്പം കുറഞ്ഞ അമലുകളാണെങ്കിലും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. കാരണം എന്താ? അസ്ലുഹാ സാബിത്ത്, അതിന് വേരുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ സൽക്കർമ്മങ്ങൾ അമാലുകൾ ഉയർത്തപ്പെടും. നേരെ മറിച്ച് ഈമാനില്ലേ, ഫലല്ല. കാരണം എന്താ? ആദ്യം അവനോടുള്ള കൽപ്പന ഇസ്ലാം ആവലാണ്. ആദ്യം അവനോടുള്ള കൽപ്പന ഈമാൻ സ്വീകരിക്കലാണ്. അതില്ലല്ലോ. പിന്നെ എങ്ങനെ അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഈമാൻ ഉയർത്തപ്പെടാൻ, അതെ, നോമ്പ് നോൽക്കുന്നു അല്ലെ, മുസ്ലിമീങ്ങൾ നോമ്പ് നോൽക്കുന്നുണ്ട്. അവരുടെ റമദാനിൽ നമ്മള് സുബഹിന്റെ മുമ്പ് അത്താഴം കഴിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറന്നു, നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടി. ഇനി മുസ്ലിം അല്ലാത്ത ഒരാള് 24 മണിക്കൂർ ഫുള്ളായിട്ട് നോമ്പ് അനുഷ്ഠിച്ചു, അയാൾക്ക് നോമ്പിന്റെ കൂലിയൊന്നും കിട്ടൂല. കാരണം എന്താ? അയാൾ നോമ്പ് ഒലിക്കല്ല വേണ്ടത്, അയാൾ നേരെ ഫ്ലൈറ്റിൽ കൂടി കീറല്ല വേണ്ടത്, അയാൾ ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാം സ്വീകരിക്കണമായിരുന്നു, അള്ളാഹു ഒരുവനാണെന്ന് അംഗീകരിക്കണമായിരുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുർസലാണ്, പ്രവാചകനാണെന്ന് അംഗീകരിക്കണമായിരുന്നു. അതാണ് ഈമാൻ ഹൃദയത്തിൽ ഉറക്കണം. എന്നിട്ട് അയാൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കും. ഈമാനില്ലേ, അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ സുഹൃത്തുക്കളെ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇപ്പൊ ഈമാനുള്ള ആളുകൾ, നമുക്ക് വിഷയം മനസ്സിലായി. എന്ത്? ഈമാൻ എന്നത് അടിസ്ഥാനമാണ്. ഈമാൻ ഇല്ലാതെ ഒരു അമലുകളും സ്വീകരിക്കപ്പെടുകയില്ല. ഈമാൻ ഇല്ലാത്തവൻ എന്ത് ചെയ്തിട്ടും അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു തൊട്ടടുത്ത ആയത്തിൽ, എന്താണ് ഈമാൻ കൊണ്ടുള്ള നേട്ടം? ഈമാനുള്ളവർക്കുള്ള നേട്ടം എന്താണ്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു ളാലിമീന വയഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ടുള്ള നേട്ടമാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. എന്താണ് ഈമാൻ കൊണ്ടുള്ള നേട്ടം? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ, വിശ്വാസികളായ ഈമാനുള്ള ആളുകളെ അല്ലാഹു ദൃഢതയുള്ളവരാക്കും, അവരെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, അവർക്ക് സുബൂത്ത് കൊടുക്കും. ബിൽ ഖൗലി സാബിത്ത്, ഖൗലു സാബിത്ത് കൊണ്ട്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുബൂത്ത് കൊടുക്കും. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുബൂത്ത് കൊടുക്കും. വയുദില്ലുല്ലാഹു ളാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു പഴപ്പിച്ചു കളയും. അല്ലേ? വയുദില്ലുല്ലാഹു ളാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു ദുർമാർഗത്തിലാക്കി കളയും, അവരെ പഴപ്പിച്ചു കളയും. വയഫ്അലുല്ലാഹു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യും. അപ്പോ എന്താണ് ഈമാൻ കൊണ്ടുള്ള നേട്ടം? അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നു. അത് ഈമാൻ അടിസ്ഥാനപരമായി അത് ആവശ്യമാണ്. എല്ലാത്തിനും ഈമാൻ ആവശ്യമാണ്. ഈമാൻ ഉണ്ടെങ്കിലുള്ള നേട്ടം എന്ത്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്, ഖൗലു സാബിത്ത് കൊണ്ട്, ഈമാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ദൃഢതയുള്ളവനാക്കും, സ്ഥൈര്യമുള്ളവനാക്കും, സ്ഥിരതയുള്ളവനാക്കും, സുബൂത്ത് കൊടുക്കും. ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ, ഐഹിക ജീവിതത്തിൽ. നമ്മുടെ ഈ വിഷയം 2 പാർട്ടാണ്.
ഐഹിക ജീവിതത്തിലുള്ള അള്ളാഹു നൽകുന്ന സുബൂത്തും ആഖിറത്തിൽ അള്ളാഹു നൽകുന്ന സുബൂത്തും, ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയവിയായ സുബൂത്ത്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വഫിൽ ആഖിറ, ആഖിറത്തിൽ അവന് സുബൂത്ത് നൽകുന്നത് എങ്ങനെ, ഇത് സംബന്ധമായി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സുബൂത്ത് നൽകും, സ്ഥിരത നൽകും, സ്ഥൈര്യം നൽകും. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് അല്ലെ. ആനുകാലികമായി മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാതലായ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ ഒരൊറ്റ മറുപടി മാത്രമേ നമുക്ക് കണ്ടെത്താനും പറയാനും സാധിക്കുള്ളൂ. എന്താ? ഈമാൻ നഷ്ടപ്പെട്ടു, ഈമാനില്ല എന്നത് തന്നെ. ഈമാനില്ലാതെയായി എന്നതാണ്. നിങ്ങൾ നോക്കൂ, ആഗോളതലത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ 2ാം സ്ഥാനം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തപ്പെടുന്നവരും ആക്രമിക്കപ്പെടുന്നവരും ആര് എന്ന് ചോദിച്ചാൽ ഇതേ വിഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് വന്നത്? ഞാനൊരു ഹദീസ് പറയാം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് അവസാനവും അതിന് ശേഷവും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാതെ വിട്ടേച്ചു പോയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്നിൽ വിഷയകമായി വളരെ പ്രസക്തവും അർത്ഥവത്തായതുമായ ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ ഖാലു അനഹ്നു ഖില്ലത്തുൻ യൗമഇദിൻ യാ റസൂലല്ലാഹ് ഖാല ലാ ബൽ അൻതും യൗമഇദിൻ കസീർ ولكنكم غثاء كغثاء السيل ولينزعن الله من قلوب عدوكم المهابة منكم وليقذفن في قلوبكم الوهن قالوا وما الوهن قال حب الدنيا وكراهية الموت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തന്റെ സമുദായത്തിന് തന്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തൊട്ടടുത്ത് വരാനിരിക്കുന്ന വ്യാപകമായ ഭവിഷ്യത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നറിയിപ്പ്? ഈ ഹദീസ് നമ്മളിങ്ങനെ അതിന്റെ ആശയം ഗ്രഹിച്ചാൽ ഇന്ന് നടക്കുന്ന സംഗതികളൊക്കെ ഈ ഹദീസാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അൻ തദാഅ അലൈക്കും, എന്താണ് ആ പ്രയോഗല്ലേ? അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. ഈ ഉമ്മത്തിനെതിരിൽ മുസ്ലിം സമുദായത്തിനെതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ആളുകളെ ക്ഷണിക്കും. ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ക്ഷണിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞു. എന്താ എക്സാമ്പിൾ? കമാ തദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ, സുപ്രയിലേക്ക് ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ ഈ ഉമ്മത്തിന് എതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ക്ഷണിക്കും. ഇതിലേറെ നല്ലൊരു ഉദാഹരണം എന്താ ഇനി പറയേണ്ടത്? ഭക്ഷണത്തളികയിലേക്ക്, വിളമ്പി വെച്ച ഭക്ഷണത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ ആളുകൾ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ ഇസ്ലാമിനെതിരിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ക്ഷണിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ? നിങ്ങളിരിക്കൂ അല്ലേ, നിങ്ങളിരിക്കൂ, നിങ്ങളും ഇരിക്കൂ എന്ന് പറയും. അവിടെ ഗ്രൂപ്പില്ല, വഴക്കില്ല, അവിടെ പ്രശ്നമൊന്നുമില്ല, വളരെ ഐക്യത്തിലായിരിക്കും. എന്താ? എല്ലാരും ലക്ഷ്യം ഇത് തിന്നു തീർക്കലാണ്. എന്നതുപോലെ മുസ്ലിം സമുദായത്തിനെതിരിൽ ശത്രുക്കൾ പരസ്പരം ആളുകളെ ക്ഷണിക്കും. ജൂതൻ ക്രിസ്ത്യാനിയെ ക്ഷണിക്കും,
ചരിത്രപരമായി ഒരു നിലക്കും യോജിക്കാൻ പാടില്ലാത്ത രണ്ട് വിഭാഗമാണ് ജൂതനും ക്രിസ്ത്യാനിയും. പക്ഷെ ഇസ്ലാമിന്റെ ശത്രു എന്ന നിലക്ക് അവർ പൊതുവെ ഐക്യത്തിലാണ് ഇസ്ലാമിനെ എതിർക്കുന്ന വിഷയത്തിൽ. അല്ലെ, മറിയം ബീവി റളിയല്ലാഹു അൻഹ വേശ്യയാണ് എന്ന് പറയുന്നവരാണ് ജൂതന്മാർ. വേശ്യയുടെ പുത്രനാണ് മസീഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം എന്നാണ് ജൂതന്മാർ ക്രിസ്ത്യാനികൾക്കെതിരിൽ ആരോപിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രാധാന്യത്തോടെ അവർ കാണുന്ന വ്യക്തി ആരോ ആ വ്യക്തിക്കെതിരെ, അതായത് അവരുടെ അടിത്തറ മാന്തിക്കൊണ്ടാണ് ജൂതന്മാരുടെ ആരോപണം. പക്ഷെ ആ ജൂതനും ക്രിസ്ത്യാനിയും പരസ്പരം ഐക്യത്തിലാണ്. ഏത് വിഷയത്തിൽ? ഇസ്ലാമിനെ എതിർക്കുന്ന വിഷയത്തിൽ, മുസ്ലിമിനെ എതിർക്കുന്ന വിഷയത്തിൽ, ഇസ്ലാമിനെ നശിപ്പിക്കുന്ന വിഷയത്തിൽ. സ്വഹാബികൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ വിഷമായി. കാരണം എന്താ അറിയോ? സ്വഹാബികൾക്ക് ഇത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ് ഈ പറയുന്നത്? ഈ രൂപത്തിൽ പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ ഒരു പ്രസ്ഥാനം, വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി വസ്വതി. ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി, കലിമത്തു തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിനു വേണ്ടി ജീവൻ ദാനം കൊടുത്തവർ, തങ്ങളുടെ ശരീരത്തെ വിറ്റവർ, തങ്ങളുടെ സമ്പത്തിനെ ദാനം കൊടുത്തവർ, ധർമ്മം കൊടുത്തവർ, അതാണ് മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അവർക്ക് സ്വാഭാവികമാണ്. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ അന്ന് ന്യൂനപക്ഷങ്ങളായിരിക്കുമോ? അനഹ്നു ഖില്ലത്തി യൗമഇദി യാ റസൂലല്ലാഹ്, നബിയെ, അന്ന് ഞങ്ങൾ ആളുകൾ കുറവായിരിക്കുമോ? അതുകൊണ്ടാണോ ഇതുപോലെ ഞങ്ങൾ പ്രയാസപ്പെടേണ്ടി വരുന്നത്? ഖാല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ല, ആളുകൾ കുറവൊന്നുമല്ല, ആളുകൾ കുറവല്ല എന്ന് മാത്രവുമല്ല, ബൽ അന്തും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ആളുകൾ കൂടുതലുണ്ടാകും, ആളുകളൊക്കെ ധാരാളം ഉണ്ടാവും, ഭൂരിപക്ഷം നിങ്ങൾ തന്നെയാണ്. അല്ലെ, ആഗോള തലത്തിൽ 2ാം സ്ഥാനമാണ് മുസ്ലിമീങ്ങൾക്ക് ജനസംഖ്യയിൽ. നിങ്ങൾ ആളുകൾ കൂടുതലുണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പക്ഷേ അന്നത്തെ മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ ഉപമിക്കുന്നു. അന്നത്തെ മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുസ്ലിമീങ്ങളെ. എന്താ? വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പക്ഷേ ചപ്പ് ചവറുകളായിരിക്കും നിങ്ങൾ, ചണ്ടികളായിരിക്കും. ഒരു ഉപകാരം ഉണ്ടാവില്ല. കുറെ ആളുകൾ കുറെ ഉണ്ടാവും, 10 പൈസക്ക് പറ്റില്ല, ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ ആളുകൾ. ചപ്പു ചവറുകളായിരിക്കും നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചപ്പു ചവറുകളായതുകൊണ്ട് തന്നെ വലയൻസഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവികുമുൽ മഹാബത മിൻകും, നിങ്ങൾ ചപ്പു ചവറുകളായ കാരണത്താൽ നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളോടുണ്ടായിരുന്ന ഹൈബത്തിനെ അള്ളാഹു ഊരിക്കളയും. മുസ്ലിമിന്റെ എതിരാളിയുടെ ഹൃദയത്തിൽ ഒരു ഹൈബത്തുണ്ടായിരുന്നു, മുസ്ലിമിനോടൊരു ബഹുമാനം, ഒരു ഭയം, മുസ്ലിം എന്ന നിലക്ക് ഒരു ബഹുമാനം, എന്തോ അവൻ പോലും അറിയാത്ത ഒരു പ്രത്യേകമായ ആദരവുണ്ടായിരുന്നു. അതാണ് ഹൈബത്ത്. ആ ഹൈബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്നും ഊരിക്കളയും. വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹനിനെ നിറക്കുകയും ചെയ്യും. നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് വഹനിനെ അല്ലാഹു ഊരിക്കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹനിനെ നിറക്കുകയും ചെയ്യും. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല, ഹബീബായ മുത്തുനബി പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്. ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടം, മരണത്തോടുള്ള വെറുപ്പ്. ദുനിയാവുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും,
ദുന്യാവുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതായത് എങ്ങനെയെങ്കിലും ദുന്യാവുണ്ടാക്കിയാൽ മതി ആർക്ക്? മുസ്ലിമിന്. ആ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളെത്തും. അവിടെ ഹക്കും ബാത്തിലും ഹറാമും ഹലാലും അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ഒരു തരം പിന്നെ രണ്ടാം നമ്പർ ഏർപ്പാടാണ്. ഹക്കും ബാത്തിലും നോക്കിയിട്ടൊന്നും കാര്യം നടക്കൂല എന്നുള്ളിടത്തേക്ക് മുസ്ലിമീങ്ങളെത്തും. ഹറാമായാലും വേണ്ടില്ല, അവൻ ദുന്യാവുണ്ടാക്കണം. ആ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളെത്തും. ദുന്യാവിന്റെ പിന്നിൽ മുസ്ലിമീങ്ങൾ വല്ലാതെ അടിറ്റു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് എന്താ? എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് അവർക്ക് സമ്പത്തുണ്ടാവലാണ്. സമ്പത്ത് എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരലാണ് എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് സത്യം. സമ്പത്ത് മുസ്ലിമീങ്ങളെ നശിപ്പിച്ചു. സമ്പത്ത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ വന്നു, അത് മുസ്ലിമീങ്ങളെ നശിപ്പിച്ചു. സമ്പത്തും അധികാരവും മുസ്ലിമീങ്ങളുടെ കയ്യിൽ വന്നാൽ ഉറപ്പ് ഗ്രൂപ്പും ചേരിയും തിരിയും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. അത് മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്കറിയോ, 850 വർഷം 850 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ഭരണം നടന്ന സ്ഥല. സുൽത്താൻ ഔറംഗസീബ് ആലംഗീരി അല്ലെ, അദ്ദേഹത്തെ പോലുള്ള മഹാന്മാരായ വലിയ വലിയ പ്രസിദ്ധരായ ഔലിയാക്കളും പണ്ഡിതന്മാരുമായ ധാരാളം ഭരണാധികാരികൾ. പക്ഷെ അവരിൽ നിന്ന് തന്നെ അക്ബറിനെ പോലെയുള്ള മുസ്ലിം സമൂഹത്തിന് എന്നും ശാപമായി മാറിയ കുറെ ആളുകളും ഉണ്ടായിട്ടുണ്ട്. ദീനെ ഇലാഹി പോലെ സ്വന്തം മതമുണ്ടാക്കി ഇസ്ലാമിന്റെ ശിആറുകളൊക്കെ നശിപ്പിച്ച് അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ന് മുസ്ലിമീങ്ങൾ ആശങ്കയോടുകൂടി നോക്കുകയാണ്. എന്താകും എന്നതിലേക്ക്. എന്തുകൊണ്ട് 850 വർഷത്തിലധികം ഭരിച്ച ഒരു രാജ്യത്ത് ഇന്ന് മുസ്ലിമീങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. അവർക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരുടെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ പോലും അവർ ആശങ്കാകുലരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസീബത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ സലാമത്തിലാക്കട്ടെ. എന്തുകൊണ്ടാണിത്? അതാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മധ്യ ആഫ്രിക്കൻ രാജ്യം അല്ലെ, മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളെ ആ രാജ്യത്തിന് വേണ്ട എന്നാണ് ആ രാജ്യത്തിന്റെ തീരുമാനം. ക്രിസ്ത്യാനികളുടെ തീരുമാനം എന്താ? ഇനി മുസ്ലിമീങ്ങൾ ഇവിടെ വേണ്ട. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു. എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യുന്നത്? മുസ്ലിമീങ്ങൾക്കെതിരെ നിരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ നിരനിരയായി നിർത്തി വലിയ കണ്ടെയ്നർ ലോറികൾ ഓടിച്ചു കയറ്റാണ്. കാരണം കൊന്നു തീർക്കണ്ടേ? എല്ലാവരെയും കൂടി ഓരോരുത്തരെ പിടിച്ച് കൊല്ലാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ശ്രമകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് മുസ്ലിമീങ്ങളെ നിരത്തി നിർത്തി കണ്ടെയ്നർ ലോറികൾ ഓടിച്ച് കയറ്റിക്കൊല്ലുന്നു. അതിനെതിരെ ഒന്ന് ശബ്ദമുയർത്താൻ, അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും മുസ്ലിമീങ്ങൾക്ക് നട്ടെല്ല് നഷ്ടപ്പെട്ടു അല്ലെ. ഇസ്ലാമിന്റെ കീഴിൽ എത്ര രാഷ്ട്രങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുടെ അധീനതയിൽ എത്ര രാഷ്ട്രങ്ങളുണ്ട്, എത്ര രാജ്യങ്ങളുണ്ട്. പക്ഷേ നട്ടെല്ല് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? ദുന്യാവിനോടുള്ള സ്നേഹം, ദുന്യാവിനോടുള്ള ഭ്രമം. നഷ്ടപ്പെട്ടു പോകുമോ തങ്ങളുടെ അധികാരം എന്നുള്ള പേടി, തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ഏതാനും തന്റെ പരിധിയിലുള്ള പ്രദേശം തന്റെ കാൽ കീഴിലൊതുക്കി ഒന്നും അറിയാത്തവനെ പോലെ ഗാഠനിദ്രയിലേക്ക് മുസ്ലിം ഭരണാധികാരികൾ ഒതുങ്ങി. എന്തായി? കാരണം ദുനിയാവിനോടുള്ള സ്നേഹം. ഈമാൻ നഷ്ടപ്പെട്ടു, ആർക്കും ഈമാനില്ല. അതാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ ഈ കാലഘട്ടത്തേക്ക് വളരെ ഫിറ്റാ. ഏത് നിലക്കെടുത്ത് പരിശോധിച്ചാലും ഈ അടുത്ത് ഒരു ചാനലിൽ ഒരു സ്ത്രീയുടെ, ഒരു അറേബ്യൻ യുവതിയുടെ വളരെ കരളലിയിപ്പിക്കുന്ന ഒരു വീഡിയോ കാണേണ്ടതായി. എന്താ സംഭവം? ആ സ്ത്രീ പറയുന്നു, സിറിയയിൽ നിന്ന്
ഞങ്ങൾക്ക് ഒന്നുകിൽ ഇസ്ലാമിക് രാഷ്ട്രത്തുള്ള രാഷ്ട്ര തലവന്മാർ ഞങ്ങൾക്ക് ആയുധം എത്തിച്ചു തരിക, ഞങ്ങൾക്ക് ആയുധം എത്തിച്ചു തരാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ അല്ലെങ്കിൽ ഗർഭം നശിപ്പിക്കുന്ന ഗുളികകളെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ എത്തിച്ചു തരിക എന്ന് പറഞ്ഞാൽ നിരങ്ങാണ്. മുസ്ലിം വീടുകളിൽ മുസ്ലിം ഉമ്മമാരുടെ ഗർഭാശയങ്ങളിലേക്ക് അഹ്ലുസുന്നത്തിന്റെ വിരോധികൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിരോധികൾ അവരുടെ നുതുഫത്ത് അടിച്ചു കയറ്റാണ്, ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ. ആർക്കും തടുക്കാനോ തകർക്കാനോ ഇല്ല. ഫലസ്തീൻ അല്ലെ, ജൂതന്മാർക്ക് ആവശ്യം വരുമ്പോൾ സുന്ദരികളായ യുവതികളുള്ള വീട്ടിലേക്ക് അവർ ഇരച്ചു കയറുന്നു. അവിടെയുള്ള യുവാക്കളെ പിടിച്ചുകൊണ്ടുപോയി ആ സ്ത്രീകളെ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. എത്ര സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഗുവാണ്ടനാമോ തടവറയിൽ പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിക്കുക, ക്രൂരമായി ലൈംഗികമായ ബന്ധപ്പെടൽ മാത്രമല്ല, ക്രൂരമായ ലൈംഗിക വീഴ്ച എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ലൈംഗിക വീഴ്ച നടക്കുന്ന ജനനേന്ദ്രിയത്തിന് പുറത്ത് ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള പല ദ്വാരങ്ങളിലൂടെയും പല രൂപത്തിലും 2-3 ആളുകൾ ചേർന്ന് വളരെ മൃഗീയമായ രീതിയിൽ, കാരണം ഇതൊരു മുസ്ലിം സുന്ദരിയായ പെൺകുട്ടിയാണ്, ഇവളൊരു മുസ്ലിമാ, അവളെ എന്തും ചെയ്യാൻ ചോദിക്കാൻ ആരുമില്ല. നാട്ടിലുള്ള ഇസ്ലാമിക് രാഷ്ട്ര തലവന്മാരില്ല. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നഷ്ടപ്പെട്ടു. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുണ്ടോ നിങ്ങൾക്കാണ്, ഈമാനുണ്ടോ നിങ്ങൾക്കാണ് ഏറ്റവും ഇസ്സത്ത്, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ. ആയില്ലേ 313, വെറും 313. ആ 313ന്റെ കയ്യിൽ ആയുധങ്ങളില്ല, ആ 313ന്റെ കയ്യിൽ പരിചകളില്ല, ആ 313ന്റെ കയ്യിൽ വാഹനങ്ങളില്ല. ആ 313ന്റെ ശത്രുഭാഗത്തുള്ളതോ 1000-ഓളം വരുന്ന ആവശ്യത്തിലേറെ ആയുധങ്ങളുള്ള, ആവശ്യത്തിലേറെ വാഹനങ്ങളുള്ള, കള്ള് കുടിച്ച് കൂത്താടി എന്തിനും തയ്യാറായി വന്ന വലിയ ഒരു വിഭാഗം. മറുഭാഗത്ത് ആരോഗ്യമുള്ളവർ, ഇഷ്ടം പോലെ ഭക്ഷണമുള്ളവർ. ഈ ഭാഗത്തോ ഭക്ഷണം പോലുമില്ല, അതും റമളാൻ മാസം. അതോ അവർക്ക് ആയുധമില്ല, വാളില്ല. അല്ലേ? ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ വളരെ സുന്ദരമായി അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കലല്ല എന്റെ ഉദ്ദേശം. ഇവര് പോയതോ യുദ്ധത്തിന് വേണ്ടി അല്ല താനും. അബൂ സുഫിയാനെയും കൂട്ടരെയും അവര് കുറച്ചാളുകളാണ്. അവരെ കയ്യിൽ നിന്ന് തങ്ങളുടെ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ടുപോയി കച്ചവടം ചെയ്ത ആ സംഘത്തിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങൽ മാത്രമാണ് ഉദ്ദേശം. പക്ഷേ നേരിടേണ്ടി വന്നത് സർവായുധ വിഭൂഷിതരായ ഒരു വലിയ സംഘത്തെയാണ്. ആ സംഘത്തിന്റെ മുമ്പിൽ അതിൽ മഹാന്മാരായ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, യുദ്ധത്തിന്റെ അവരുടെ അവസ്ഥ നോക്കണം. അവരുടെ സാഹചര്യം വളരെ വ്യക്തമാവും. എങ്ങനെ? അന്ന് രാത്രി പറയാണ്, തലേ ദിവസം രാത്രി, നാളെയാണ് യുദ്ധം. നബിയെ, ഞങ്ങൾ അങ്ങേക്കൊരു തമ്പ് കെട്ടിത്തരാം, ഒരു ടെന്റ് കെട്ടിത്തരാം, അങ്ങേക്ക് ഞങ്ങളൊരു വാഹനവും നിർത്തിത്തരാം നബിയെ. എന്നിട്ടോ അങ്ങ് ആ വാഹനത്തിൽ കയറാൻ പാകത്തിൽ ആ ടെന്റിൽ അങ്ങ് ഇരുന്നാൽ മതി. ഞങ്ങൾ ശത്രുക്കളോട് നേരിടുമ്പോൾ, ഞങ്ങൾ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കലിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് സംഭവിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്. നേരെ മറിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബേ, ഈ 313 ഇവിടെ വെച്ച് തീർന്നാൽ അങ്ങ് നേരെ താങ്കളുടെ വാഹനപ്പുറത്ത് മദീനയിലേക്ക് കുതിക്കണം. ഞങ്ങളെക്കാൾ ഒട്ടും അങ്ങയോട് ഇഷ്ടക്കുറവില്ലാത്ത, അതായത് ഞങ്ങളെപ്പോലെ അങ്ങെ സ്നേഹിക്കുന്ന വലിയ ഒരു സംഘം മദീനയിൽ ഇപ്പോഴുമുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങ് യുദ്ധം രണ്ടാമത് തുടങ്ങണം നബിയെ. തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറഞ്ഞതാണ്. അത്രേ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ കയ്യിൽ ഈമാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എല്ലാം നേടി. യുദ്ധത്തിലൂടെ മാത്രമല്ല, അവരൊരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ പോലും ആ നാട് അവരുടെ കാൽക്കീഴിലായി.
അവരൊരു ഭാഗത്ത് ഇരുന്നാൽ പോലും ആ പ്രദേശം ഇസ്ലാമിലേക്ക് വന്നു. ആ കൂട്ടത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ചൈനയിൽ പോലും അല്ലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ സഞ്ചാരം എത്തിയ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. എന്തേ കാരണം? അവിടെയൊക്കെ അവരാണ് ഉന്നതരായത്. എന്തുകൊണ്ട്? അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു. അതേ മുസ്ലിമീങ്ങൾ, ഈ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങൾ, അതേ മുസ്ലിമീങ്ങൾ തന്നെയാണ് ഇന്നും ഇപ്പോഴും അതേ സംഘത്തിന്റെ പിൻഗാമികളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവർ, ഏറ്റവും കൂടുതൽ നിന്ദത അനുഭവിക്കുന്നവർ, എല്ലാവരും ശത്രുതാ മനോഭാവത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ചരിത്രത്തെ പോലും വളച്ചൊടിക്കുമ്പോൾ അതൊന്ന് തിരുത്താൻ പോലും ആവശ്യപ്പെടാൻ സാധിക്കാത്തവർ, അതേ ഈ കൗമിന്റെ ഇതേ മുസ്ലിമീങ്ങളുടെ പിന്മുറക്കാർ. തൊട്ടു മുമ്പ് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യ രാജ്യത്ത് പോലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാരനെയും ബ്രിട്ടീഷുകാരനെയും ഇന്ത്യയിൽ നിന്ന് തുരത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാരാ? മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് നേരിടേണ്ടി വന്ന അത്ര നാശം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരാൾക്കും നേരിടേണ്ടി വന്നിട്ടില്ല. 16 നൂറ്റാണ്ട് കാലം സമുദ്രം അടക്കി വാണ അറബികൾ, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും കച്ചവടത്തെ ആവശ്യാർത്ഥം പോയ അറബികൾ, ഈ അറബികൾ അവർ യാത്ര ചെയ്ത ഒരു രാജ്യവും, അവർ കച്ചവടം ചെയ്ത ഒരു രാജ്യവും അവർ കോളനികളാക്കിയില്ല. പക്ഷേ അവരുടെ ആ രാജ്യങ്ങളിലൊക്കെ, അവർ സഞ്ചരിച്ച രാജ്യങ്ങളിലൊക്കെ അവർ പുതിയ സംസ്കാരം കൊണ്ടിട്ടു. അതെന്തുകൊണ്ട്? അവിടെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഇവരെ കണ്ട് മടങ്ങി വന്നു വരികയും അതുവഴി ആ രാജ്യം അല്ലെങ്കിൽ ആ സ്ഥലം പ്രദേശം ഇസ്ലാമിനെ അധീനപ്പെടുകയും ചെയ്തു. അതല്ലാതെ ഇസ്ലാമിക് മിലിറ്ററിയെ കൊണ്ടുപോയി ഒരു രാജ്യവും കോളനിയാക്കിയില്ല. 16-ാം നൂറ്റാണ്ടിന്റെ ശേഷം സമുദ്രത്തിൽ സഞ്ചാരം തുടങ്ങിയ പോർച്ചുഗീസുകാരൻ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയെ കോളനിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വാസ്കോഡഗാമയുടെ തുടക്കം, വാസ്കോഡഗാമ തുടങ്ങി, ശേഷം പലരും വന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാരൻ വന്നു, അവനും ഇന്ത്യയെ കോളനിയാക്കി. പക്ഷേ ഇന്ത്യയെ കോളനിയാക്കിയ ബ്രിട്ടീഷുകാരനിൽ നിന്നും പോർച്ചുഗീസുകാരനിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്നത് മുസ്ലിമീങ്ങൾക്കാണ്. മുസ്ലിമീങ്ങൾ നഷ്ടം സഹിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ടായതും അക്കാലത്തുള്ള മുസ്ലിമീങ്ങളുടെ ഈമാൻ കൊണ്ട്. അക്കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിമീങ്ങളുടെ ഈമാൻ കൊണ്ട് കുഞ്ഞാലി മരക്കാർമാരെ പോലെയുള്ള മഹാന്മാരായ വലിയ വലിയ യുദ്ധപാഠവമുള്ളവർ, ധൈര്യശാലികൾ, ഹുബ്ബുൽ വത്വനി മിനൽ ഈമാൻ എന്ന ഹബീബായ മുത്തുനബിയുടെ ആ ഉപദേശം നെഞ്ചേറ്റി നടന്നവർ, അതേ മുസ്ലിമീങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. പക്ഷെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഏതാനും ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്തിട്ടെങ്കിലും, അവരെ തൃപ്തിപ്പെടുത്തിയിട്ടെങ്കിലും തന്റെ കാൽക്കീഴിലുള്ള ഏതാനും ചില ഭൂമി നാട്ടുരാജാക്കന്മാർ ആ ഭൂമി തന്റെ കൈവശത്തിൽ ഒതുക്കി നിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആളുകളാണ് പിൽക്കാലത്ത് ചരിത്രത്തിൽ ഇടം നേടിയത് എന്നത് മറ്റൊരു ചരിത്ര വിരോധാഭാസം. മുസ്ലിമീങ്ങളുടെ അത്ര ആൾനാശം ഒരു സംഘടനക്കും ഒരു സമുദായത്തിനും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 2000 മുസ്ലിമീങ്ങളെ പൂക്കോട്ടൂര് പാടത്ത് നിരനിരയായി നിർത്തിയിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരൻ നിറത്തോക്ക് കൊണ്ടുവന്ന് വെടിവെച്ച് തള്ളിയിട്ടു. 2000 മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 2000 ആളുകളെ ഒരുമിച്ച് നിർത്തി വെടിവെച്ച് തള്ളിയിട്ടു എന്ന് പറയാൻ മുസ്ലിം സമുദായത്തിൻ്റെതല്ലാത്ത മറ്റൊരു സമുദായത്തിലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അതാണ് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാരന്റെ ആ അധിനിവേശ സമയത്ത് ഇങ്ങനെ അതെന്തുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്? മുഅ്മിനീങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ്. ഇങ്ങനെ മുഅ്മിനീങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങൾ അതത്രയും വിജയിച്ചു കഴിഞ്ഞു. പക്ഷേ അതേ മുസ്ലിമീങ്ങളാണ് ഇന്നും ജീവിക്കുന്നത്, അവരുടെ പിന്മുറക്കാർ, മക്കളുടെ മക്കൾ. പക്ഷേ
ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിക രാജ്യത്ത് ഒരു രാഷ്ട്ര തലവൻ പോലും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ക്രൂരമായ പീഡനമുണ്ടാകുമ്പോൾ അരുത് എന്ന് പറയാൻ പോലും ധൈര്യമില്ല. എന്തുകൊണ്ട്? താൻ കണ്ണിലെ കരടായി മാറുമോ? ഇസ്ലാമിക് വിരോധികളുടെ കണ്ണിലെ കരടായി മാറുമോ? അവരുടെ നോട്ടപ്പുള്ളിയായി മാറുമോ? എന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന പേടി. ദുനിയാവിന്റെ പിന്നാലെ അവൻ ഓടി. ഇങ്ങനെ അത് എല്ലാ നിലക്കും. അതാണ് വലാകിന്നകും ഉസാഉൻ കഉസാഇസ്സൈൽ, മലവെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പു ചവറുകളെ പോലെയായിരിക്കും അന്നത്തെ മുസ്ലിമീങ്ങൾ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഈമാനില്ലാത്തത് കൊണ്ട് സംഭവിച്ച അബദ്ധം. ഈമാൻ ഉണ്ടെങ്കിലോ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുബൂത്ത് കൊടുക്കും. എപ്പോ? ഈമാൻ ഉണ്ടെങ്കിൽ. ഈമാനില്ലെങ്കിലോ സുബൂത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇടർച്ച വരും, തറദ്ദുദ് വരും. സുബൂത്തില്ലെങ്കിൽ പിന്നെ അവിടെ തറദ്ദുദാൻ. എന്ത് ചെയ്യണമെന്നറിയില്ല, കാലുകൾക്ക് ഉറപ്പുണ്ടാവില്ല, എവിടെ നിൽക്കണമെന്നറിയില്ല. അപ്പോൾ അവൻ ആടും, ആരുടെ കൂടെയും ആടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഈമാൻ ഉണ്ടോ? ഈമാൻ ഉണ്ടെങ്കിൽ അവർക്ക് ദൃഢതയുണ്ട്, സ്ഥൈര്യമുണ്ട്. ഈമാനില്ലേ അവന് നാശമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ ഹൃദയത്തിൽ നിറയ്ക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെയും അഹ്ലുകാരുടെയും ഹൃദയം അല്ലാഹു ഈമാൻ കൊണ്ട് നിറക്കട്ടെ. ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് വഫിൽ ആഖിറ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്ഥിരതയുള്ളവരാക്കിയതുപോലെ, സ്ഥൈര്യമുള്ളവരാക്കിയതുപോലെ ആഖിറത്തിലും അവർക്ക് സ്ഥിരത നൽകും. അതെന്താ ആഖിറത്തിലുള്ള സ്ഥിരത? ഇൻഷാ അല്ലാഹ് അടുത്ത ബുശ്റാക്കുമുൽ യൗമിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ആഖിറത്തിലുള്ള സത്യവിശ്വാസിയുടെ സ്ഥൈര്യം, അല്ലാഹു നൽകുന്ന സ്ഥൈര്യം എന്ത് എന്നതിനെ കുറിച്ച് നമുക്കന്ന് സംസാരിക്കാം. നമ്മൾ പറഞ്ഞതും കേട്ടതും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ അഹ്ലുകാരിൽ നിന്നും വന്നു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂ ചെയ്തു തരട്ടെ. നമ്മുടെ